അന്നത്തെ വീട്ടിൽ നിന്ന് പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, അവിടെ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായോ? ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 8 മണിയോടുകൂടിയാണ് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിക്കുക. അതിനുശേഷം 10:30 വരെ ഇവിടെ വെച്ചതിന് ശേഷമാണ് കേരള സംഗീത നാട അക്കാദമി ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകുക. ഇപ്പോൾ ഇവിടെ കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? ഇന്നിപ്പോൾ 8 മണിക്കാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ 8 മണി തൊട്ടിട്ട് 10 മണി വരെ ഇവിടെ തന്നെ വീട്ടിലാണ്. അത് കഴിഞ്ഞ് 10 മണി തൊട്ടിട്ട് 12 മണി വരെ റീജിയണൽ തിയേറ്ററിൽ നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 12 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരും. നാളെ 8 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് സ്വന്തം സ്ഥലമായിട്ടുള്ള ചേന്നമംഗലത്തേക്ക് പോകുന്നത്. ഇവിടുത്തെ കൗൺസിലർ കൂടിയാണല്ലോ. അഡീഷണൽ കൗൺസിലറാണ് നമ്മൾ. അദ്ദേഹം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നേരിട്ടിട്ട് ഇറങ്ങണത്. ആലുവ സൂപ്പർ മാർക്കറ്റിലും കാണാം, വില്ലേജ് ഓഫീസിലായാലും കാണാം, കോർപ്പറേഷനിലായാലും കാണാം. അദ്ദേഹം ഇവിടെ നടക്കുന്ന സാധാരണക്കാരായിട്ട് നമ്മൾ നടന്നു പോകും. ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരിക്കും. ഒരു ചെറിയൊരു ബാഗുണ്ട് അദ്ദേഹത്തിന്, സൈഡ് ബാഗ് എടുത്തിട്ട് ആൾ നടക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൊരു ഇതാണ്. നമ്മളൊരു പ്രശസ്ത ഗായകൻ്റെ ഒരു ഇതോ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴായാലും അടുത്തൊക്കെ ആളുകളായിട്ടുമായിട്ടുള്ള സംസാരം സൗഹൃദമൊക്കെ ആൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇവിടെ സ്വന്തം വീട്ടിൽ വരണം, ഇവിടെ വെക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. ഇന്നലെ വൈകുന്നേരം മകളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, സീതാറാം മില്ലിൽ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റിലാണ്. അപ്പോൾ മരണശേഷം ഇവിടെ വരണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ ഫുൾ ക്ലീനിങ്ങും മാതിരി തന്നെ ഈ ടെൻറ്റ് കെട്ടലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കണത് ഒരു 12 മണി. അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ഇവിടെ വെക്കണം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം മാനിച്ചുകൊണ്ട് തന്നെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മകൾ വന്നു. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ക്ലീനിങ്ങും വീടിൻ്റെ ഉള്ളിലായാലും ടെൻറ്റ് കെട്ടലായാലും അത് സഡനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ നമ്മളതിന് എല്ലാ സംവിധാനങ്ങളും നമ്മൾ കഴിയാവുന്നതിൽ വിധം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ കൗൺസിലർ ഡിവിഷൻ കൗൺസിലർ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനും എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ മകൾ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മകൾ ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവർ താമസിക്കുന്നത് തന്നെ വിളിക്കുമായിരുന്നു, മകളെ ലക്ഷ്മി വിളിക്കുമായിരുന്നു. അങ്ങനെ അതാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അയൽവാസികളും എല്ലാം ഇവിടേക്കാണ് വരുന്നത്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ 2 പേർ കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെ വല്യമ്മയുടെ മകനാണ്. എങ്ങനെയാണ് ഓർക്കുന്നത്? ഓർക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ല കണക്ഷനായിരുന്നു. ഞാൻ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗൾഫിലായിരുന്നു. പോകുന്നവരൊക്കെ നമ്മുടെ വീട്ടിൽ ഡെയിലി എന്ന് വെച്ചാൽ ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു വരുന്നത്. പിന്നെ അമ്മയുള്ള സമയത്തൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗൾഫിൽ പോയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ കഴിഞ്ഞതിന് മുമ്പിലത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നത്. വീണ്ടും പിന്നെ പതുക്കെ പഴയ പോലെ ആയി തുടങ്ങി. പക്ഷേ ഇത് ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നും മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഓരോ പാട്ടുകളാണ്. മരിച്ചു എന്ന് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ റോട്ടിലൊക്കെ വെച്ച് കാണാറുണ്ട് അദ്ദേഹത്തെ. നമസ്കാരം പറയും. പിന്നെ അവരുടെ അടുത്തുള്ള അതിന് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ മരിച്ചാൽ ഭയങ്കര ദുഃഖമുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇടമാണ്. അതെ, സ്ഥലം പോകുന്ന ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഈ പരിസരത്തൊക്കെ തൃശ്ശൂരൊക്കെ എപ്പോഴും ആള് ഷോപ്പിങ്ങിന് പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം പറയും, അത്ര തന്നെ. പലപ്പോഴും പറയുന്നേക്ക് അദ്ദേഹം ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ദേഷ്യപ്പെടുന്നത്. അതെ, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. പക്ഷെ നമ്മുടെ മനസ്സൊക്കെ വളരെ ഫ്രീ ആണ്. എന്താ പറയുക, ദേഷ്യപ്പെടുന്ന ആൾക്കാർ വളരെ നല്ല ആൾക്കാരെന്നാണ് കേട്ടിട്ടുള്ളത്. സ്ഥായിയായി കൊണ്ടുനടക്കാറ്. അതെ അതെ, ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കണം ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്. സ്നേഹം കൊണ്ടും അതെ അതെ അതെ, സ്നേഹമുള്ളവരുടെ അടുത്താണ് കൂടുതൽ. എല്ലാവരും പങ്കുവെക്കുന്നത് തന്നെയാണ്. വളരെ അടുപ്പമുള്ള ആളുകളോടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയാറ്. അതെ,
അതാണ് അവരെല്ലാം പങ്കുവെക്കുന്ന ഒരു ഓർമ്മ. നേരത്തെ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് അദ്ദേഹം ഏറെക്കാലം ഒരു 15 വർഷത്തോളം പാടുകൾ മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, മാറി നിൽക്കുക എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം പോലെ ഉണ്ടായിരുന്ന അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായി. പിന്നീട് കമലിനെ കാണുന്ന സംവിധായകൻ കമലിനെ കണ്ട സമയത്ത് അദ്ദേഹം വഴക്കിടുകയും പിന്നീടാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട നിറം എന്ന സിനിമയിലെ ആ പാട്ടുമായി ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം തന്നെയാണ് ആളുകളെ അദ്ദേഹത്തോട് അടുപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. മറ്റ് എല്ലാം അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂട്ടുന്ന കാര്യങ്ങളാണ്. അതെല്ലാമാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നേരത്തെ കൗൺസിലർ സംസാരിച്ചതും അതുതന്നെയാണ്. അവിടുത്തെ കാര്യങ്ങൾ പങ്കുവെക്കാനും എല്ലാം കാണുമ്പോൾ പോലും അവരോട് സംസാരിക്കുകയും ഇപ്പോൾ അയൽവാസി പറയുകയും അദ്ദേഹത്തിൻ്റെ ബന്ധു പറയുന്നതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. അത്രയേറെ അദ്ദേഹത്തിൻ്റെ പാട്ട് ആളുകളെ അടുപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും 8 മണിയോടുകൂടി മൃതദേഹം ഈ പൂങ്കുന്നത്തി വീട്ടിലേക്കാണ് എത്തിക്കുക. അവിടെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാട്ടുകാരും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. കൗൺസിലർ അടക്കം അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ, തങ്ങളെപ്പോലെ തങ്ങളിൽ ഒരാളായിരുന്ന ആൾ എന്നുള്ളതാണ് എല്ലാവരും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം 10 മണിയോടുകൂടി സംഗീത നാടക അക്കാദമിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ്. പിന്നീട് അവിടെയാണ് പൊതുദർശനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീടുള്ള ചടങ്ങുകൾ, പിന്നീടുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതിന് ഇവിടെ ഏറെക്കുറെ 2 മണിക്കൂറോളം സമയമാണ് രാവിലെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം പിന്നീട് കേരള സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ 12:30 സമയം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ നീളാനുള്ള സാധ്യത കൂടുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം അങ്ങോട്ട് വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടേക്കായിരിക്കും കൊണ്ടുവരിക. നാളെയാണ് ഇവിടെ നിന്നും സംസ്കാരത്തിനായി അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്.